വെൽക്കം ടു മൈ ചാനൽ ആർക്കേഡ് ക്വസ്റ്റ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിന്റെ ഫെൽ ലെമൺസ് എന്ന ഗെയിമാണ്. ഇത് നമ്മുടെ മൂന്നാമത്തെ ഗെയിമിംഗ് വീഡിയോ ആണ് ഗൈസ്. നിങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന വിശ്വാസത്തോടെ നമുക്ക് പോയാലോ. ഫെൽ ലെമൺസ് തന്നിട്ടുണ്ടാവും. ആ ഡോളർ വെച്ചിട്ട് വേണം നമുക്ക് ലെമൺസ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര ഡോളർ തന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഡോളർ അയ്യോ, $1 മാത്രമേ ഉള്ളൂ. സാരമില്ല, ഈ $1 വെച്ചിട്ട് നമുക്ക് ലെമൺസ് ബൈ ചെയ്യാം. ഞാൻ വിചാരിച്ചൊരു $100 എങ്കിലും തരുമെന്ന്. വേറെ $1 വെച്ച് എങ്ങനെയാണ് നമ്മൾ കച്ചവടം നടത്തുന്നത്? ഓക്കെ, നമുക്ക് എന്തായാലും ഈ ലെമൺ സ്റ്റാൻഡിൽ കയറി $1 കൊടുത്തു. നമ്മൾ ലെമൺ പർച്ചേസ് ചെയ്യാണ് ഗൈസ്. നമ്മൾ ലെമൺ സ്റ്റാൻഡ് ഉണ്ട് നമുക്ക്. ഓക്കെ, നമുക്ക് ലെമൺ സ്റ്റാൻഡ് ഉണ്ട്. ലെമൺ സ്റ്റാൻഡിൽ നമ്മൾ ലെമൺസ് കൊണ്ടുവയ്ക്കുകയാണ്. $1 നമ്മൾ ലെമൺ പർച്ചേസ് ചെയ്ത് നമ്മൾ ലെമണ് നമ്മുടെ ലെമൺ സ്റ്റാൻഡിൽ കൊണ്ട് വച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് $2 ആയിട്ടുണ്ട്. സൂപ്പർ, $3 ആയിട്ടുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഡോളർ കൂടുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ വിചാരിച്ചു $1 കൊണ്ട് നമ്മൾ എങ്ങനെ കച്ചവടം നടത്തുന്നു. ഓക്കെ ഗൈസ്, നമുക്കിവിടെ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. നമ്മളപ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ഗൈസ്. നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. ഓക്കെ, അപ്ഗ്രേഡ് ചെയ്തപ്പോൾ നമ്മുടെ ഡോളേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും സാരമില്ല ഗൈസ്. നമുക്ക് ലെമൺ സ്റ്റാൻഡ് ഉണ്ട്. നമുക്ക് ലെമൺസ് വീണ്ടും ഒന്ന് അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഡോളേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും സാരമില്ല. നമുക്ക് എങ്കിലും അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഈ ലെമൺ നമുക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് മാക്സിമം അപ്ഗ്രേഡ് ചെയ്താലേ നമുക്ക് ജ്യൂസിന്റെ അത് $6.2 കൊടുക്കണം. എങ്കിലും ജ്യൂസർ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ജ്യൂസറോടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ കച്ചവടം നടക്കും. വെറും ലെമൺ മാത്രം വാങ്ങിക്കാൻ ആരും വന്നില്ലെന്നിരിക്കും. ഇതൊന്നും ആരും വന്നില്ലല്ലോ ഗൈസ്. നമുക്ക് പക്ഷെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കൊരു ബാഡ്ജ് അവാർഡ് ആയിട്ടുണ്ട് ഗൈസ്. ബാഡ്ജ് അവാർഡ് ആയിട്ടുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത് വരുന്നുണ്ട്. നമ്മുടെ ലെമൺ വാങ്ങിക്കാൻ തന്നെ ഉണ്ടോ. ഓക്കെ, അവ വന്നു, പർച്ചേസ് ചെയ്തു. ഓക്കെ, നമുക്ക് $40 ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. വീണ്ടും നമ്മൾ അപ്ഗ്രേഡേഷൻ കൊടുക്കുന്നു. നമുക്ക് നന്നായിട്ട് പർച്ചേസ് നടന്നാൽ മാത്രമേ ഗൈസ് നമുക്ക് നമ്മുടെ അപ്ഗ്രേഡേഷൻ നടത്തി നമുക്ക് ഓക്കെ, ഇത് വേറെ ഒരുത്ത വന്നിട്ടുണ്ട് നമ്മുടെ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ലെമൺ കൊടുക്കുകയാണ്. ഐ നീഡ് ടു ടെൽ എവരിതിങ് അബൌട്ട് ദാറ്റ്. ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് അവൻ പോയി. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മൾ അവനൊക്കെ കുറെ ലെമൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് $135 കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഒരു കപ്പ് സ്റ്റാൻഡും കൂടെ വാങ്ങിക്കാം ഗൈസ്. കപ്പ് സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളിപ്പം സംഭവം തന്നെ കേട്ടോ. നമ്മൾ വെറും $1 തുടങ്ങിയ നമുക്കിപ്പോൾ ലെമൺ സ്റ്റാൻഡ് ഉണ്ട്, ജ്യൂസർ ഉണ്ട്, കപ്പ് സ്റ്റാൻഡ് ഉണ്ട്. ഓക്കെ, നമുക്ക് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഡോളേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അത് പർച്ചേസ് നടക്കുന്നതായിരിക്കാം. എന്തായാലും നമുക്കിപ്പോൾ കപ്പും ജ്യൂസറും എല്ലാം ഉണ്ട്. നിറച്ച് ലെമൺ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഡോളേഴ്സ് വളരെയധികം കൂടിയിട്ടുണ്ട് ഗൈസ്. അവിടുത്തെ വന്ന് കുറച്ച് പൈസയൊക്കെ തന്നിട്ടുണ്ട്. ഇത് തമ്മിലുള്ള സംഭവം കൊള്ളാം കേട്ടോ. ഞാൻ നേരിട്ട് ലെമൺ കച്ചവടം നടത്തിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇത്ര വേഗത്തിൽ കച്ചവടം നടക്കുമ്പോൾ $1 നിന്ന് നമ്മളിപ്പോൾ $700 മുതലാളിയായി മാറിയിരിക്കുകയാണ്. അവിടുത്തെ കൊമ്പ് വെച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ നാരങ്ങ നോക്കട്ടെ എന്നാണ് അവൻ പറയുന്നത്. വാവ് എന്നൊക്കെ പറയുന്നുണ്ട് അവൻ. ഓക്കെ, നമുക്ക് ലെമൺ നമ്മുടെ നന്നായിട്ട് തന്നെ നമുക്ക് വിറ്റ് പോകുന്നുണ്ട്. അവന് അന്തം വിട്ടിരിക്കുകയാണ് ലെമൺ എന്ന് ചോദിച്ചും കൊണ്ട്. അവന് ലെമൺ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഗൈസ് നമ്മുടെ ഡോളേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അതുവഴി പോകുന്ന എല്ലാവരും നമ്മുടെ ലെമൺ വാങ്ങിക്കുന്നുണ്ട്. അത്ര ഭംഗിയുണ്ട് നമ്മുടെ ലെമൺ എന്നാണ് തോന്നുന്നത്. എനിവേ, നന്നായി തന്നെ നമ്മുടെ പർച്ചേസിങ് നമ്മുടെ സെല്ല് ലെമൺ എന്ന ഗെയിം നന്നായി തന്നെ പൊക്കോടിരിക്കുന്നു. നമ്മൾ നന്നായി തന്നെ ലെമൺ സെല്ല് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെയധികം വലിയ കോടീശ്വരനാവുന്ന വലിയൊരു മുതലാളി തന്നെ നമ്മൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്കൊരു ബിൽ ബോർഡ് വാങ്ങിക്കാം. ഓക്കെ, നമ്മളത് പർച്ചേസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ ബിൽ ബോർഡൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഒരു വലിയ മുതലാളിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിപ്പോ നമ്മുടെ നമ്മുടെ ലെമൺ കടയ്ക്ക് ഒരു പേരൊക്കെ വെക്കാനുള്ള സംവിധാനമൊക്കെ വന്നിരിക്കുകയാണ്. നമ്മൾ അത്രത്തോളമൊക്കെ മുതലാളിയെ പോലെ റോഡിലെ കച്ചവടത്തിൽ നിന്ന് നമ്മളൊരു മുതലാളിയൊക്കെ ആയി മാറിയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ചാനലിന്റെ പേരാണ് ആർക്കെ ക്വസ്റ്റ് ലെമൺസ് എന്നുള്ള കട തന്നെ നമുക്കിടാം. ഓക്കെ, നമ്മൾ അങ്ങനെ പുതിയൊരു കടയൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ജസ്റ്റ് നമ്മൾ റോഡിൽ വെറും ലെമൺ കച്ചവടം നടത്തിയിൽ നിന്നും $1 നിന്ന് നമ്മളിപ്പോൾ ഒരു മുതലാളിയെ മാറിയിരിക്കുകയാണ് ഗൈസ്. ഒരു കടയുടെ നമുക്ക് ആർക്കെ ക്വസ്റ്റ് ലെമൺസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയൊരു കടയായി കഴിഞ്ഞു. അവിടെ ജ്യൂസ് സ്റ്റാൻഡ്,
ഇത് എല്ലാം ഉണ്ട് നമുക്ക്. ഗ്ലാസ് സ്റ്റാൻഡും ഒക്കെ ഉണ്ട്. നമുക്കിതൊന്നും പോരാ. അപ്പുറത്തെ വിലയൊക്കെ പോലെ നമുക്ക് ഒരു വലിയ കമ്പനി തന്നെ തുടങ്ങണം. ട്രക്കൊക്കെ വാങ്ങിക്കണം. എങ്കിലേ നമ്മുടെ ഇത് വിപുലീകരിക്കാൻ പറ്റത്തുള്ളൂ. കണ്ട, ഇവിടെ വേറെ എടുത്തേണ്ട സർബത്ത് കടയാണെന്ന് തോന്നുന്നു. അവിടെ അവൻ എന്തോന്നൊക്കെയോ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ഏലിയനാണ് വന്നത്. നമ്മുടെ നാരങ്ങ കഴിക്കാൻ വന്ന ഏലിയനാണോ എന്തോ. എന്തായാലും സ്പേസ് ഷിപ്പ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഏലിയൻ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താണോ അത് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അതിൻ്റെ അകത്തോട് കയറി പോകണമെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് എന്തായാലും കയറി പോകാൻ പറ്റൂലേ? അപ്പൊ പിന്നെ എന്താണോ അത് കാണിച്ചിരിക്കുന്നത് മനസ്സിലായില്ല. ഏലിയൻ അവിടെ നിൽക്കുന്നുണ്ട്, സ്പേസ് ഷിപ്പ് നിൽപ്പുണ്ട്. നമുക്ക് അതൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു. നമുക്ക് അത്രയൊന്നും ഡോളേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല. എന്തായാലും നമ്മൾ തിരിച്ച് നമ്മുടെ നാരങ്ങ കടയിലെത്തി നമുക്ക് ക്ലിക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ പോയിന്റ്സ് കൂടുന്നുണ്ട്, നമ്മുടെ ഡോളേഴ്സ് കൂടുന്നുണ്ട്. നമുക്ക് അപ്ഗ്രേഡേഷൻ ചെയ്യാം. നമുക്ക് 1,05,000 കിട്ടിയാലേ ഗൈസ് നമുക്ക് ഈ ഷുഗർ മിക്സർ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഈ ഷുഗർ മിക്സറും കൂടെ നമുക്ക് വാങ്ങിക്കേണ്ടതുണ്ട്. ഷുഗർ കൂടെ വാങ്ങിച്ചാലേ നമ്മുടെ ജ്യൂസ് കട നന്നായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. വെറും നാരങ്ങ കച്ചവടം മാത്രം നമുക്ക് പറ്റത്തില്ല. ആൾക്കാരൊക്കെ വരുന്നുണ്ട്, നാരങ്ങ വാങ്ങുന്നുണ്ട്, നമ്മളെ ഡോളേഴ്സ് ഒക്കെ കൂടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഷുഗർ സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചാൽ ഷുഗർ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നല്ല നാരങ്ങ വെള്ളം കൂടെ കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കച്ചവടം മുന്നോട്ട് പോയി നമുക്കൊരു വലിയ മുതലാളിയാവാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഈ ചെറിയ സെറ്റപ്പിൽ നിന്നൊക്കെ മാറി വലിയൊരു ലെമൺ ഫാക്ടറി തന്നെ തുടങ്ങണം ഗൈസ്. അതിനുവേണ്ടി നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. വാടാ, ഒന്ന് നാരങ്ങ വാങ്ങിയിട്ട് പോടാ, വീട്ടിൽ കൊണ്ടുപോയി ജ്യൂസ് അടിച്ച് കുടിക്കൂ. അതേ നിനക്ക് ജ്യൂസ് തന്നെ വേണോ? അപ്പോൾ നാരങ്ങ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലെമൺസ് നന്നായി തന്നെ സെല്ലാകുന്നുണ്ട്. നമ്മുടെ ലെമൺസ് കാണാനുള്ള ഭംഗി കൊണ്ടാണോ എന്ന് അറിയില്ല, നന്നായി തന്നെ സെല്ലാവുന്നുണ്ട്. എന്തിനാണെങ്കിലും ഇത്രയും നന്നായിട്ട് ലെമൺ കച്ചവടം നടത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ലെമണൊക്കെ ഇത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് ഞാൻ അറിയില്ല. വാവ്, നമ്മുടെ ഡോളേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, എടുത്ത ഏതാണ്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മൈ കാൽക്കുലേഷൻസ് പ്രെഡിക്റ്റ് ലെമൺ ഷോർട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു ലെമൺ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന മെസ്സേജ് ആണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് വേഗം തന്നെ റൈസ് ചെയ്യാം. നമ്മുടെ വില കുറച്ചുകൂടെ കൂട്ടിത്തരാൻ വേണ്ടി നമുക്ക് പറയാം. നമ്മൾ അങ്ങനെ വെറുതെ ഒന്നും കൊടുക്കുന്ന ആൾക്കാരൊന്നുമില്ല. അപ്പോൾ അവൻ ഡിസഗ്രി ചെയ്ത് കേട്ടോ. മൈ മാക്സ് ഡിസഗ്രീസ്, ഹൗവർ ഐ വിൽ ഡു 24,949. എന്തായാലും നേരത്തേക്കാൾ കൂടുതൽ കിട്ടി. നമുക്ക് വേഗം തന്നെ എഗ്രി പറയില്ലെങ്കിൽ ഈ കച്ചവടം നടന്നില്ലെങ്കിലോ. അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ കച്ചവടം നടത്താം. ഓക്കെ വായ്സ്, ആ ഒറ്റ കച്ചവടം കൊണ്ട് നമ്മുടെ ഡോളേഴ്സ് 35,000 ഡോളേഴ്സിലോട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമുക്ക് $100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ക്യാഷ് രജിസ്റ്ററൊക്കെ വാങ്ങി നമുക്കൊരു രജിസ്റ്ററൊക്കെ വാങ്ങിച്ച് കളയാം. നമ്മളിപ്പോൾ വലിയ മുതലാളിയൊക്കെ ആയില്ലേ. ഇനി ആ ഒരു ബില്ലിംഗ് ക്ലർക്കിനെ കൂടെ നമുക്ക് കിട്ടി കേട്ടോ. അത് എവിടെ നിന്ന് വന്നു? ഓക്കെ, ആ ഒറ്റ ക്യാഷ് രജിസ്റ്റർ വന്നപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് നമ്മളെ കച്ചവടം നടന്നു. വാവ്, നമ്മുടെ ന്യൂ ഇൻകം സോഴ്സ്, യു ക്യാൻ അഫോർഡ് ന്യൂ ഇൻകം സോഴ്സ് ഒക്കെ വന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ഇൻകം സോഴ്സ് വളരെയധികം കൂടിയിരിക്കുകയാണ്. നമുക്ക് 11 കിട്ടിയിട്ടുണ്ട്. വാവ്, എനിക്ക് വയ്യ. നമ്മൾ വെറും കച്ചവടത്തിൽ നിന്ന് ഇപ്പോൾ കുറച്ച് സൈക്കിളൊക്കെ സ്വന്തമായിട്ടുള്ള വലിയൊരു മുതലാളിയായി മാറിയിരിക്കുകയാണ് ഗൈസ്. ഇനി സൈക്കിളിൽ കൊണ്ടുപോയി കച്ചവടം നടത്തണമെന്ന് അറിഞ്ഞുകൂടാ. സൈക്കിളിൽ കൊണ്ടുപോയി ആര് കച്ചവടം നടത്തണമെന്ന് അറിഞ്ഞുകൂടാ. ഇനി ഈ ലെമൺ ഡിപ്പോട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം. ലെമൺ ഡിപ്പോട്ട് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ കുറച്ച് ഡോളേഴ്സ് ഇരിപ്പുണ്ട്. നമുക്ക് എടുക്കണമെങ്കിൽ അവിടെ പോയി ക്ലിക്ക്. ഓക്കെ, നമുക്ക് അപ്ഗ്രേഡ് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്, നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗൈസ്. നമുക്ക് 11 ചെയ്ത് നമുക്ക് ഡോളേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ അപ്ഗ്രേഡും ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഡോളേഴ്സ് വളരെ കൂടിയിട്ടുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. നമുക്ക് സ്വന്തമായിട്ട് സൈക്കിളൊക്കെ ഉണ്ട്. ഈ സൈക്കിളിൽ നിന്നൊക്കെ നമുക്ക് സൈക്കിളിൽ കൊണ്ടുപോയി നാരങ്ങ വിൽക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. വേറെ ആരെങ്കിലും സൈക്കിളിൽ നിന്ന് കൊണ്ടുപോയി നാരങ്ങ കൊടുക്കുന്നത് എങ്ങനെയെന്ന് അറിയില്ല. എനിവേ നമ്മുടെ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഡോളേഴ്സ് ഇൻക്രീസ് ആകുന്നുണ്ട്. നമ്മുടെ ലെമൺ നന്നായി തന്നെ കച്ചവടം ആവുന്നുണ്ട്. നമുക്കൊരു അപ്ഗ്രേഡേഷൻ കൊടുക്കാം ഗൈസ്. നമ്മുടെ ക്യാഷ് രജിസ്റ്റർ ആളും വന്നപ്പോൾ തന്നെ നമ്മൾക്ക് നല്ല സമയം തുടങ്ങിയതാണ് തോന്നുന്നത്. നമ്മൾക്ക് നന്നായി നമ്മുടെ കച്ചവടം നടക്കുന്നുണ്ട്. നമ്മുടെ ലെമൺസിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഗൈസ്. ഇനി ചൂടുള്ള സമയം ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, ആൾക്കാർക്കൊക്കെ നാരങ്ങ കാണുമ്പോൾ വാങ്ങിക്കാൻ തോന്നുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ വീണ്ടും ഒരു അപ്ഗ്രേഡേഷനൂടെ കൊടുക്കുകയാണ് ഗൈസ്. അപ്ഗ്രേഡേഷൻ വന്ന് നമ്മുടെ ഡോളേഴ്സ് കൂടുന്നുണ്ട്.
അതെന്താണ് എന്നിട്ട് ഇപ്പുറത്തെ ഒരു ബ്ലാക്ക് ബോർഡ് ഇരിക്കുന്നത്, ക്ലിക്ക് ചെയ്ത് നോക്കാം എന്തിനാണെന്ന്. അപ്പോൾ അവർ പറയുന്നത് മാനേജ് റൺ ഫാസ്റ്റ്, മാനേജ് പവേഴ്സ് ഏതാണ്ടൊക്കെയാണ്. ഒന്നിനും ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും വരുന്നില്ല. യുവർ മൈൻഡ് കനോട്ട് ഫാത്തം ദ കറൻസി ബിഫോർ യുവർ ഐസ് ഏതാണ്ടൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പോയി. അടുത്തത് നമുക്ക് കസ്റ്റമൈസ് ബാഡ്ജസ് സെറ്റിംഗ്സ്, അതൊന്നും എന്താണെന്ന് ബാഡ്ജസ് എന്താണെന്ന് നോക്കാം. സെൽ ലെമൺസ്, ബൈ ദ ലെമൺ സ്റ്റാൻഡ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു. ലെമൺ ഡെലിവറിക്ക് ബൈ ലെമൺ ഡാഷ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു. ലെമൺ ഡാഷ് വാങ്ങിച്ചു കഴിഞ്ഞു. ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, 8% നമ്മൾ ആയിട്ടുള്ളൂ കേട്ടോ. അതായത് നമ്മൾ ആകെ 2 ബാഡ്ജസ് അച്ചീവ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഈ ഗെയിമിൻ്റെ വെറും 8% മാത്രമേ എത്തി നിൽക്കുന്നുള്ളൂ. ഇനി അങ്ങോട്ട് നീണ്ടു കിടക്കുകയാണ്. നമ്മൾ ആകെ ലെമൺ സ്റ്റാൻഡ് ലെമൺ ഡാഷ് മാത്രമേ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളൂ. നമുക്കതൊന്നും പോലെ നമുക്കൊരു വലിയ ഫാക്ടറി തന്നെ പണിയണം. നമുക്ക് നോക്കാം. നമുക്ക് ഇതൊക്കെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാം. അതായത് കളറൊക്കെ ഒന്ന് മാറ്റി അങ്ങനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാൻ വേണമെങ്കിൽ ആകെ 2 സാധനമല്ലേ ഉള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മോഡേണൊക്കെ ആക്കി വെക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും നമ്മുടെ കച്ചവടം അവിടെ നന്നായി പൊടിപൊടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു മുതലാളി ആയതുകൊണ്ട് നമ്മൾ തന്നെ എപ്പോഴും അവിടെ നിൽക്കണമെന്നൊന്നുമില്ല. അവിടെ ആൾ വച്ചിട്ടുണ്ട്. ക്യാഷ് രജിസ്റ്ററൊക്കെ വെച്ച് അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ കച്ചവടം നന്നായി നടക്കുന്നുണ്ട്. ലെമൺ നന്നായി തന്നെ വിറ്റ് പോകുന്നുണ്ട്. നമുക്കിപ്പം സൈക്കിൾ പോയിട്ടൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അപ്പം എനിക്കൊന്ന് സൈക്കിളിൽ കച്ചവടം നടക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഈ സൈക്കിൾ അച്ചീവ് ചെയ്തിട്ട് നമുക്കൊരു ഷുഗർ മിക്സർ വാങ്ങിക്കാനുള്ള ഡോളേഴ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഷുഗർ മിക്സറൂടെ വാങ്ങിക്കാം. ഇനി നമ്മുടെ കച്ചവടം പൊടി പഠിക്കാൻ പോവുകയാണ്. കാര്യം ഷുഗർ മിക്സറൂടെ വന്നു കഴിഞ്ഞു. ഇനി ആൾക്കാർക്ക് നമ്മൾ ലാവിഷായിട്ട് ജ്യൂസ് കൂടെ അടിച്ചു കൊടുക്കുകയാണ്. ലെമൺ കച്ചവടം മാത്രമല്ല, നമ്മുടെ ജ്യൂസ് ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കുടിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ലെമൺ ഇപ്പം നന്നായിട്ട് ലെമൺ ജ്യൂസും ഒക്കെ നമ്മുടെ കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ക്യാഷ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ അങ്ങനെ കൂടിക്കോട്ടെ. ഈ സൈക്കിളൊക്കെ എന്തായാലും പോയിട്ട് തിരിച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ലെമണിന്റെ സെല്ലിംഗ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, വീണ്ടും ലെമൺ ഡാഷ്. ഓക്കെ, നമുക്കൊരു മാനേജറെയൊക്കെ വയ്ക്കണമായിരുന്നു കേട്ടോ. പക്ഷെ ഒരു മാനേജർ ഉണ്ടെങ്കിൽ അത് ലെമൺ ഡാഷിനെ ഓട്ടോമാറ്റ് ചെയ്തോളും. പക്ഷെ അത് ഇത്രയും ഡോളേഴ്സ് നമുക്ക് വേണം. അത്രയും ഡോളേഴ്സ് നമുക്ക് ആയിട്ടില്ല ഗൈസ്. സാരമില്ല, അതൊക്കെ നമ്മൾ ഇപ്പൊ എത്താറായി ഗൈസ്, എത്താറായി. നമുക്കൊരു മാനേജറൊക്കെ വയ്ക്കാനുള്ളതായി. ഓക്കെ, നമ്മളിതാ വാൾസ് എടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യാണ്. നമുക്കൊരു ലെമൺ ഫാക്ടറി വാൾസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു മാനേജറെ വയ്ക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കൊരു മാനേജറെ വയ്ക്കാം. സെറ്റപ്പ് ആയിട്ടുണ്ട്. ഒരു കസേരയിൽ ഒരുത്തന്നെ നമ്മളവിടെ ഇരുത്തിയിട്ടുണ്ട്. ഒരു മാനേജറെ ഇരുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് അപ്ഗ്രേഡേഷനൂടെ ചെയ്യാം. ഇനി ഈ മാനേജറൊക്കെ വന്ന സ്ഥിതിക്ക് നന്നായിട്ട് നമ്മുടെ കച്ചവടം നടക്കേണ്ടതാണ്. നമുക്ക് വോൾസ് വാങ്ങിക്കാം. നമ്മുടെ ഫാക്ടറിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു വോളൊക്കെ വാങ്ങിക്കാം. കണ്ടോ ഗൈസ്, നമ്മളപ്പം വലിയ മുതലാളി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വെറും റോഡിലെ സെറ്റപ്പിൽ നിന്ന് നമ്മളിതാ മാനേജറൊക്കെ വച്ച് വലിയ ഒരു ഫാക്ടറിയുടെ മുതലാളിയാവാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ വോളൊക്കെ വെച്ച് കണ്ടോ, നമ്മൾ ആർക്കെ കുറച്ച് ലെമൺസ് എന്നൊക്കെ പറഞ്ഞ് സൂപ്പറായിട്ട് നമ്മളൊരു സാധനം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി മാനേജറൊക്കെ വെച്ചിട്ടുണ്ട്. മാനേജർ നൈസായിട്ട് നമ്മൾ കച്ചവടമൊക്കെ നന്നായിട്ട് നടത്തുമെന്ന് വിചാരിക്കുന്നു. ഒക്കെ സൈക്കിളൊക്കെ പോയി വരുന്നുണ്ട്. കച്ചവടം നടക്കുന്നു എന്ന് തോന്നുന്നു. നന്നായിട്ട് നമ്മുടെ ലെമൺസ് പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ അപ്ഗ്രേഡേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്കൊരു വണ്ടി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. വണ്ടി പക്ഷെ തട്ടുപുറത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നു. അല്ലെങ്കിൽ വല്ലതും പണിയണോന്ന് അറിഞ്ഞൂടാ. ഒരു വണ്ടി കിട്ടിയിട്ടുണ്ടോ? വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും നേരം നമ്മുടെ സൈക്കിളിൽ മാത്രം ഉണ്ടായിരുന്ന കച്ചവടം നമുക്കിപ്പോൾ വണ്ടിയിലൊക്കെ കൊണ്ടുപോയാൽ നമുക്ക് വലിയ രീതിയിൽ കച്ചവടം നടത്താനായിട്ട് പറ്റും. പക്ഷേ ആ വണ്ടി എന്താണ് ഇരിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. വണ്ടി പിന്നെ നമുക്ക് സ്ട്രീറ്റ് ഫ്ലയേഴ്സ് എടുക്കണമെങ്കിൽ നമുക്ക് $1,00,000 വേണം. നമ്മളത് എടുത്തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇത് നന്നായിട്ട് തന്നെ നമ്മുടെ കച്ചവടം നടക്കുന്നുണ്ട് ഗൈസ്. നമുക്കൊരു അപ്ഗ്രേഡേഷനൂടെ കൊടുക്കാം ഗൈസ്. ആൾക്കാർ വരുന്നുണ്ട്. വരൂ, നമ്മുടെ ജ്യൂസ് നന്നായി കുടിച്ചിട്ട് പോകൂ. അതായത് നമുക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. ഒരാൾ ഏജന്റ് പ്രൈസ് ചോദിക്കുകയാണ്. 2189104 എന്ന് ചോദിക്കുകയാണ്. നമുക്ക് സ്വപ്പം ഹയർ പിടിക്കാടേ വല്ല എന്തിനു പറയുമോ നോക്കാം. അയാൾ ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ കൂട്ടി തന്നിട്ടുണ്ട്. നമുക്ക് ഡീല് പറയാം, ഇല്ലെങ്കിൽ ഉള്ള കച്ചവടം നഷ്ടപ്പെടുത്തി കളയണ്ട. ഓക്കെ, നമ്മൾ ഡീല് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ പൈസ കൂടിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ $1 നിന്ന് നമ്മൾ എവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഗൈസ്. അപ്പം ബിസിനസ് ഒരു വലിയ സംഭവം തന്നെയാണ്.
സെൽ ലെമൺസ് നമ്മൾ നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. നമുക്കൊരു ലെമൺ ഡാഷ് നമുക്ക് വീണ്ടും അപ്ഗ്രേഡ് ചെയ്യാം. ലെമൺ ഡാഷ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് സൈക്കിളൊക്കെ മാറി ഇപ്പൊ 3 സ്കൂട്ടർ വന്നിരിക്കുകയാണ്. ലെമണിന്റെ ബോക്സ് ഒക്കെ വെക്കാൻ പറ്റിയ രീതിയിലുള്ള നല്ല സൂപ്പർ 3 സ്കൂട്ടർ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് സൈക്കിൾ മാറി ഇപ്പം സൈക്കിളുണ്ട്, സൈക്കിളിനോടൊപ്പം തന്നെ നമുക്കിപ്പോ സ്കൂട്ടറുണ്ട്. പക്ഷെ ഈ വണ്ടിയുടെ കാര്യമാണ് ഒരു സെറ്റപ്പ് ആവാത്ത. വണ്ടി കിട്ടി എന്നുള്ളതല്ലാതെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ ഇരിക്കുന്നു. കാര്യമില്ല, നമുക്ക് തൽക്കാലം സ്കൂട്ടർ വെച്ച് നമുക്ക് കച്ചവടം നടത്താം. നിറച്ച് സ്കൂട്ടറുണ്ട്. വെച്ചിട്ട് എന്തിനാണോ സ്കൂട്ടർ നമ്മൾ സ്പാനർ വെച്ച് വല്ലതും ചെയ്താലേ പോവുള്ളൂ എന്നറിയില്ല. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എക്സ്റ്റീരിയർ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ചെയ്യാം. ഓക്കെ, നമ്മളത് ചെയ്തിരിക്കുകയാണ്. എക്സ്റ്റീരിയർ സൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ആർക്കേക്വസ് ലെമൺസ് എന്ന നമ്മുടെ പേര് നമ്മുടെ ഇതിൽ വന്നു കഴിഞ്ഞു. നമ്മുടെ ഫാക്ടറിയുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞു ഗൈസ്. ഓക്കെ, കാണുമ്പോൾ തന്നെ എന്താ ഒരു സന്തോഷം എന്നറിയാമോ മനസ്സിന്. നമ്മൾ വെറുതെ റോഡ് ചെയ്യുന്ന ലെമൺ കച്ചവടം നടത്തിക്കുന്നത് നമ്മള് ഇപ്പൊ ഒരു സ്വന്തമായിട്ട് ഒരു പേരുള്ള ഒരു ഫാക്ടറിയുടെ മുതലാളിയായി മാറിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് സ്വന്തമായിട്ട് സ്കൂട്ടറും സൈക്കിളും എല്ലാം ഉണ്ട്. നമ്മുടെ കച്ചവടം നന്നായി തന്നെ നടക്കുന്നുണ്ട്. നമ്മുടെ ലെമൺസ് നന്നായി തന്നെ സെല്ലായി പോകുന്നുണ്ട്. ലെമൺസിന്റെ ഭംഗി കൊണ്ടാണോ അതെ മാനേജറൊക്കെ നന്നായി ജോലി ചെയ്യുന്നുണ്ടാണോ എന്നറിയില്ല. നന്നായി തന്നെ നമ്മുടെ ലെമൺസ് സെല്ലായി പോകുന്നുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. ഇനി നമുക്ക് ആ വണ്ടിയും കൂടെ ഒന്ന് കിടിലായെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ വണ്ടി ഇപ്പൊ തട്ടുമ്പുറത്തിരിക്കുന്നത് പോലെ ഇരിക്കുന്നേ ഉള്ളൂ. അതിന് വണ്ടിയല്ലേ, ഇനി ടയറിൽ നമ്മൾ വാങ്ങി വെക്കണം. അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം ഗൈസ്. എന്ത് തന്നെയാണെങ്കിലും നമുക്കിപ്പം സൈക്കിളുണ്ട്, സൈക്കിള് പോയിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ സ്കൂട്ടറുണ്ട്. നമുക്ക് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കച്ചവടം കൂടുതൽ നമുക്ക് നമ്മുടെ ഫാക്ടറി വലുതാക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്കൊരു വലിയ ലെമൺ ഫാക്ടറി തന്നെ ഉണ്ടാക്കണം ഗൈസ്. നമുക്ക് ആർക്കും ഇല്ലാത്ത എല്ലാ സാധനമുള്ള ഏറ്റവും കൂടുതൽ നല്ല ലെമൺ ജ്യൂസ് കിട്ടുന്ന വലിയ ഒരു ഫാക്ടറി തന്നെ നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റണം ഗൈസ്. അപ്പം നമുക്ക് കളിക്കാം. ഓക്കെ, നമ്മൾ വീണ്ടും അപ്ഗ്രേഡേഷൻ കൊടുക്കുകയാണ് ഗൈസ്. ഒരു ഐസ് മേക്കർ വാങ്ങണമെങ്കിൽ നമുക്ക് 73.5 മില്യൺ വേണം ഗൈസ്. അത്ര ചെന്ന് നമ്മുടെ അടുത്തില്ല ഗൈസ്. തൽക്കാലം നമുക്ക് ഈ ഐസ് ഇല്ലാത്ത സാധാരണ നാരങ്ങ വെള്ളം കൊടുക്കാം ഗൈസ്. അല്ലാത്ത സാധാരണ നാരങ്ങ വാങ്ങാൻ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. അതും നമുക്ക് ഷുഗർ മിക്സറൊക്കെ ഉള്ള നല്ലൊരു ജ്യൂസ് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് അത് ആയി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കച്ചവടം കുറച്ചുകൂടെ വലുതാക്കിയതിനു ശേഷം നമുക്ക് ഐസ് മിക്സർ ഉള്ളത് തന്നെ കൊടുക്കാം ഗൈസ്. തൽക്കാലം ഐസ് ഇല്ലാത്തതാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് സാരമില്ല ഗൈസ്. അത് ഇല്ലാതെ തന്നെ ആൾക്കാർ നന്നായി തന്നെ നമ്മുടെ കച്ചവടം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ വണ്ടി കൂടെ ഒന്ന് റെഡിയാക്കി ട്രക്കൊക്കെ ഒരെണ്ണം നമുക്ക് വാങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഗൈസ്. അവൻ്റെയിലൊക്കെ സ്വന്തമായിട്ട് ട്രക്ക് ഉണ്ടെന്ന് തോന്നുന്നു. മുംബൈ ലെലോയുടെ കയ്യിൽ സ്വന്തമായിട്ട് ട്രക്കും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ആർട്ടിക് ക്വസ്റ്റ്യനും കുറെ ട്രക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് നമ്മുടെ കച്ചവടം നടത്തൂലായിരുന്നു. എങ്കിൽ നമുക്ക് വാങ്ങാമായിരുന്നു അതുപോലെ ട്രക്കൊക്കെ. സാരമില്ല, നമുക്ക് ശ്രമിച്ചു നോക്കാം. നമ്മൾ എവിടെ പോയി വീണോ എന്തോ കേട്ടോ. നമ്മളിങ്ങനെ ഓടി എവിടെയോ പോയി വന്ന് വീണ് കേട്ടോ. ഇവിടെ എന്താണ് പരിപാടി എന്ന് അറിഞ്ഞൂടാ. നമുക്ക് പോയി നോക്കാം. നമ്മൾ എങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫാക്ടറി അവിടെ എവിടെയോ ഉണ്ട്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് പൊക്കോണ്ടിരിക്കുക. നമ്മൾ എന്തായാലും റൺ ചെയ്ത് നമ്മുടെ ഇത് കൂടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഡോളേഴ്സ് കൂടുന്നുണ്ട്. നമ്മുടെ ലെമൺസ് എന്തായാലും സെല്ലാവുന്നുണ്ട്. പക്ഷെ നമ്മളെവിടെ വീണ് പോയി എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. എവിടെയാണ് പൊക്കോണ്ടിരിക്കുന്നതെന്ന് അറിയില്ല. എനിവേ ഒരു എക്സിറ്റ് അവിടെ കാണുന്നുണ്ട് ഗൈസ്. നമ്മൾ എക്സിറ്റ് ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. വേറെ ഒരുത്തിനെയും കാണുന്നില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. എന്താണ് സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. നമ്മൾ പക്ഷെ എക്സിറ്റ് ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. നമ്മൾ എക്സിറ്റിലെത്തി. ഓക്കെ ഗൈസ്, നമ്മൾ ഇരുട്ടത്ത് എവിടെയോ വന്ന് നിൽക്കുകയാണ്. നമ്മൾ റോഡിൽ നിൽക്കുകയാണ്. നമ്മുടെ ലെമൺ ഫാക്ടറി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മൾ ഇടയ്ക്ക് എവിടെയാണ് പോയതെന്നൊന്നും മനസ്സിലാകുന്നില്ല. എനിവേ ഗൈസ്, നമ്മൾ ആ സീവർ പൈപ്പിൽ വീണ് പോയെന്നാണ് തോന്നുന്നത് അറിയാതെ. സോറി ഗൈസ്, നമ്മൾ ആ സീവർ പൈപ്പിൻ്റെ അകത്ത് വീണ് ഒന്ന് ഓടിയിട്ട് വന്നതാണ്. കാര്യമില്ല, നമ്മൾ അത് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. നമ്മൾ ചുമ്മാ ഫാക്ടറിക്കകത്ത് ഇരുന്നാൽ പോരല്ലോ. നമ്മളവിടെ മാനേജർ വെച്ചിട്ടില്ല. മാനേജർ അവിടെ കച്ചവടമൊക്കെ നടത്തിക്കോളും.
നമ്മൾ ജസ്റ്റ് ഒന്ന് സീവർ പൈപ്പിൽ വീണുപോയി. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാത്രി തൊട്ട് ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ആർക്കെ ക്വസ്റ്റിന്റെ ലെമൺ ഫാക്ടറി മാത്രമേ കാണാനില്ല. നമ്മൾ വീട് സീവർ പൈപ്പിൽ വീഴാൻ പോവുകയാണ്. എന്താണെന്ന് അറിയില്ല, നമ്മളെ തെളിഞ്ഞ് ഓരോ സീവർ പൈപ്പുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ആർക്കെ ക്വസ്റ്റിൻ ലെമൺ ഫാക്ടറി എവിടെ പോയായിരുന്നു ഗൈസ്? നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ കണ്ടെത്തി. ഓക്കെ റഷീർ, ഇത് നമുക്ക് പേയ്മെന്റ് തരാന്ന് പറഞ്ഞിരിക്കുകയാണ്. 13.236 ഗൈസ്. ഓക്കെ, ഗെയിമി മോർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒരുത്തന്നെ ആദ്യത്തെ സമ്മതിച്ചു കൊടുക്കൂല. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കൂടുതൽ തരുമെന്ന് ചോദിക്കാൻ പോവുകയാണ്. അയ്യോ ഫെയിലിയർ മോഡെന്ന് പറഞ്ഞ് എനിക്ക് എന്തിന്റെ കേടായിരുന്നോ. എനിക്കിപ്പോ സമയം ശരിയല്ല ഗൈസ്. എനിക്ക് മൊത്തത്തിൽ മടുത്തു. ആദ്യം ഉള്ളത് മര്യാദയ്ക്ക് വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഒരു മണ്ട ഐഡിയ. സീവർ പൈപ്പിൽ വീണതോടുകൂടി എന്റെ സമയദോഷം തുടങ്ങിയെന്നാണ് തോന്നുന്നത് ഗൈസ്. നമുക്ക് പക്ഷേ ഇപ്പൊ ഐസ് മേക്കർ വേറെ വാങ്ങിക്കാനുള്ള പൈസ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഐസ് മേക്കർ വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമ്മുടെ കച്ചവടം ഒന്ന് നന്നായിട്ട് കൂട്ടേണ്ടിയിരിക്കുന്നു. ആ സീവർ പൈപ്പിൽ വീണതോടുകൂടി എന്റെ സമയം പോയി. എന്ത് പറയുന്നത്, നല്ലൊരു കച്ചവടം എനിക്ക് നഷ്ടപ്പെട്ടു. സാരില്ല ഗൈസ്, ഈ ഐസ് മേക്കർ വാങ്ങിച്ചതിലൂടെ നമ്മുടെ കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട് ഗൈസ്, നന്നായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ റോഡിൽ നിന്നുള്ള ചെറിയ കച്ചവടത്തിൽ നിന്ന് നമ്മൾ അത്യാവശ്യം ഒരു ഫാക്ടറിയുടെ വലിയൊരു മുതലാളിയൊക്കെയായി മാറിയിട്ടുണ്ട്. നല്ല കച്ചവടം നിന്നാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നാളെ നമുക്ക് വീണ്ടും അടുത്ത ഈ വീഡിയോയുടെ ബാക്കി ഭാഗം കാണാം. നമുക്ക് ലെമൺ ഫാക്ടറി വലുതാക്കേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും കാണുമെന്ന പ്രതീക്ഷയോടുകൂടി ആർക്കെ ക്വസ്റ്റ്യൻ നിന്ന് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോ. ഗുഡ് ബൈ.